പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിലുള്ളതേ ഒരു അത്ഭുത സസ്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ചിലർക്ക് മാത്രം അറിയാവുന്ന മൂടില്ലാത്താളി എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നെന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടോ വേരോ ചെറിയ പൂക്കൾ മാത്രം കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു വന്നത് തണ്ട് കാണില്ല, വേര് കാണില്ല. ഇത് കൂടുതലും വെച്ചാൽ ഈ സസ്യങ്ങളുടെ ഇടയ്ക്ക് കിടന്നുകാണ്ട് ഈ കാണുന്നത് പോലെ കിളിച്ചു വരുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അന്നേരം പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ മൂടില്ലാത്ത ആളിയുടെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ മുടി കൊഴിയുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നത്. അതുകൊണ്ടൊക്കെ നര വരുന്നത്, അതേപോലൊക്കെ ഈ ചെറിയ ചിരങ്ങുകളൊക്കെ വരുന്നത്, അതിനൊക്കെ ഉത്തമമായ ഒരു മരുന്നാണ് ഈ മൂടില്ലാത്ത ആളി. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതാണ് മൂടില്ലാത്ത ആളി. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് വേരോ ഇതിന് തണ്ടോ ഒന്നുമില്ല. ഇതിനാകെ ഉള്ളതെന്ന് വെച്ചാൽ ചെറിയ പൂക്കൾ മാത്രം. അന്നേരം ഇത് ഈ പ്രദേശത്ത് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഇത് വളരുന്നത് തന്നെ ചെടികളിൽ കൂടിയാണ്. ചെടികളുടെ പുറത്ത് തണ്ടോ വേരും ഇല്ലാതെ വളരുന്നതാണ് ഈ സസ്യം. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കഷണ്ടിത്തല വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതേപോലെ മുടി കൊഴിച്ചിൽ, മുടിക്ക് ഉള്ളുറവ്, അതുപോലെ നര വരിക, അതേപോലെ തന്നെ താരൻ വരിക, ഇതിനെല്ലാം ഉത്തമമായ ഒരു ഔഷധമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അന്നേരം ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണ കാച്ചിയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയിൽ നല്ല സുന്ദരമായ നാടൻ വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി എടുക്കാം. എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇത് അറിയാവുന്നവർക്ക്, പഴയ ആൾക്കാർക്കെല്ലാം അറിയാൻ പറ്റും. പക്ഷേ പുതുമയുള്ളവർക്ക് ഇത് കാണാൻ പോലും ഇനി പറ്റില്ല. അതായത് കാരണം നമ്മുടെ പ്രദേശങ്ങളിൽ ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അന്നേരം ആ സാഹചര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് നമ്മൾ വന്നത്. അന്നേരമേ നമ്മുടെ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വിശദമായി ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം മെയിനായിട്ട് ഞാൻ പറയും, മുടി നല്ല തളച്ചു വളരും. അതുമല്ല നമ്മുടെ മുടിയുടെ കളർ വ്യത്യാസം അതിനൊക്കെ സൂപ്പറായിട്ടോ. അതുപോലെ താരൻ, മെയിനായിട്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള താരന് നല്ല സൂപ്പർ മരുന്നായിരുന്നു. ഇത് നമ്മുടെ നല്ല വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അന്നേരം നമുക്ക് അറിയാവുന്ന അറിവുകളാണ് നമ്മൾ നൽകുന്നത്. ചെറിയ ചെറിയ കൊച്ചു അറിവുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന സസ്യങ്ങളുടെ കൊച്ചു അറിവുകൾ മാത്രമാണ് നമ്മൾ പകർത്തിയിരിക്കുന്നത്. പിന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എൻ്റെ ക്യാമറമാൻ നജീം കളങ്ങരയും ഞാനുമായി ഇവിടെ ഇങ്ങനെ ടാറ്റ.